നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതു ദുഃഖത്തിലും ഏതു സന്തോഷത്തിലും നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ ഇഷ്ടദേവതയെ ആയിരിക്കും. നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ നമ്മളെ എത്രത്തോളം അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ലോകജനപാലകനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരിൽ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തന്റെ ഭക്തരെ ഏത് ആപത്തിൽ നിന്നും സംരക്ഷിക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് പരിപാലിക്കുന്ന ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാനെ മനമുരുകി വിളിക്കുന്നവരുടെ ജീവിതത്തിൽ ഭഗവാൻ നടത്തിക്കൊടുത്തിട്ടുള്ള അത്ഭുത ലീലകൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഒരു ദിവസം പോലും എന്റെ കൃഷ്ണ എന്ന് വിളിക്കാത്ത ഒരു ഭക്തൻ പോലും കാണില്ല. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ എത്രത്തോളം ഉണ്ടെന്ന് ചില ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ ലക്ഷണം, ഏതൊരു ആപത്ത് ഘട്ടത്തിൽ നിന്നാലും, എല്ലാ വഴികളും അടഞ്ഞ സാഹചര്യത്തിൽ നിന്നാലും അവസാനം ആശ്രയമായി നമ്മൾ മനമുരുകി ഭഗവാനെ വിളിക്കുമ്പോൾ പല ആളുകളുടെ രൂപത്തിലും ഭഗവാൻ നമുക്ക് മുന്നിൽ രക്ഷകനായി പ്രത്യക്ഷപ്പെടാറുണ്ട്. കൂടാതെ നമുക്ക് മുമ്പിൽ പരിഹരിക്കാൻ പറ്റാത്ത ഏതൊരു പ്രശ്നം വന്നാലും നിസ്സാരമായി അത് പരിഹരിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അത്ഭുതമാകാറുണ്ട്. ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന്. ഭഗവാൻ എപ്പോഴും നമുക്കൊപ്പമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അത്. കൂടാതെ ഭഗവാന്റെ നാമങ്ങളും ഗാനങ്ങളുമെല്ലാം എവിടെ കേട്ടാലും നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം അതെല്ലാം തോന്നാറുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കുളിരുകോരുന്നതുമായും കണ്ണുകൾ നിറയുന്നതുമായും അനുഭവപ്പെടുന്നത് ഭഗവാന്റെ സാന്നിധ്യം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. കൂടാതെ അതിരാവിലെ നമ്മൾ വിചാരിക്കാതെ തന്നെ ഉണരുന്നതും ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാൻ തോന്നുന്നതുമെല്ലാം നമ്മളിൽ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ചിലർക്ക് ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി കാണണമെന്ന് തോന്നാറുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതിയെന്നും തോന്നാറുണ്ട്. ഭഗവാനെ കാണാനും പ്രാർത്ഥിക്കാനും ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ മനസ്സിൽ ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ വിളി കേൾക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ മനസ്സിൽ ഏത് താങ്ങാനാവാത്ത സങ്കടമുണ്ടായാലും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണ എന്ന ഭഗവാന്റെ 2 വരി മന്ത്രം മാത്രം മനസ്സിൽ ജപിക്കുക. സമാധാനം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇതുപോലെയുള്ള തോന്നലുകൾ, ചിന്തകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളിൽ നിങ്ങളിലുണ്ടെങ്കിൽ ഉറപ്പിക്കാം, നമ്മൾ മനം നൊന്തു വിളിക്കുന്നത് വെറുതെയല്ല. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ നമ്മളോടൊപ്പം ഒരു രക്ഷകനായിട്ട് ഉണ്ടെന്ന്.